അഖിൽ അഖാനിയുടെ ഏറ്റവും പുതിയ കൊമേഴ്ഷ്യൽ ആക്ഷൻ ഡ്രാമ ലെനിൻ ഏകദേശം 100 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിൽ എത്തിയിട്ടുള്ള ഈ ചിത്രം എങ്ങനെയുണ്ട്? അഖിലിന് ഇതൊരു വമ്പൻ കംബാക്ക് ആണോ എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം. ഒരു രഹസ്യം പറയാം, ഈ സിനിമയിലെ ഏതെങ്കിലും ട്വിസ്റ്റുകളോ ഇന്റർവെല്ലിലെ സീനോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും റിവ്യൂ കേട്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സിനിമ കാണുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. വെറും ഒരു സാധാരണ മാസ് പടം എന്നതിനപ്പുറം ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് മഹാഭാരതവുമായി അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധവുമായി ശക്തമായ സാമ്യമുണ്ട്. ധർമ്മരാജൻ, ദ്രൗപദി തുടങ്ങിയ കഥാപാത്രങ്ങളുടെ ഷെയ്ഡുകൾ കഥയ്ക്ക് നല്ലൊരു ആഴം നൽകുന്നുണ്ട്. 1960കളിലെ ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ കാരണം ഈ നായകൻ ലെനിൻ എന്ന് പറയുന്ന പേരിട്ട ആ ഒരു ഡീറ്റെയിലിംഗ് നന്നായിരുന്നതായിട്ട് എനിക്ക് തോന്നി. സിനിമയുടെ ആദ്യത്തെ ഒരു 45 മിനിറ്റിന് ശേഷം, അതായത് ഇന്റർവെല്ലിന് തൊട്ട് ഒരു അരമണിക്കൂർ മുമ്പ് സിനിമ വേറൊരു ലെവൽ സ്പീഡിലാണ് പോകുന്നത്. ചിത്രത്തിലുള്ള 5 പ്രധാന ട്വിസ്റ്റുകളിൽ 4 നമ്മളെ തികച്ചും ഞെട്ടിക്കുന്ന കിടിലം സാധനങ്ങൾ. പിന്നെ വില്ലനും നായകനും തമ്മിലുള്ള ആ ഒരു തന്ത്രങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ കുരുക്ഷേത്ര യുദ്ധം തിയേറ്ററിൽ കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. അഖിൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു 45 മിനിറ്റ് അദ്ദേഹം തകർത്തു മാറിയിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ നടൻ ശിവാജിയുടെ കഥാപാത്രവും വില്ലനായി വന്ന നടന്റെ പ്രകടനവും സിനിമയ്ക്ക് വലിയൊരു ബോൺ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നായികയായിട്ടുള്ള ഭാഗ്യശ്രീ ബോൾസയുടെ സ്ക്രീൻ പ്രസൻസും മനോഹരമായിട്ടുണ്ട്. സിനിമയുടെ സിനിമോട്ടോഗ്രാഫിയും അതോടൊപ്പം ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും കീട്ടില്ല എന്ന് പറഞ്ഞാൽ കീട്ടില്ല. പിന്നെ തമന്റെ പാട്ടുകൾ അത്ര പോരെങ്കിലും അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം കീട്ടിലും കീട്ടിലും ബീജിയം എന്ന് വെച്ചാൽ കീട്ടിലും ബീജിയം വേറൊരു ലെവൽ. പിന്നെ ഒന്നാം പകുതിയിൽ നായകൻ വില്ലന്റെ തല ഇറക്കുന്ന ഒരു സീനുണ്ട്. മോനെ, കീട്ടില്ല സാധനം.